മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലോകമെമ്പാടുമുള്ള നിങ്ങളെ ഓരോരുത്തരെയും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുന്ന നല്ല കുടുംബങ്ങൾ ചുരുക്കമായിട്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെയുള്ള ഒരു നല്ല കുടുംബത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഏറെ പ്രത്യേകതയുള്ള ഒരു കുടുംബമാണ്. കോതമംഗലം രൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ കുടുംബമാണ്. കുഞ്ഞപ്പൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന മത്തായി ചേട്ടൻ്റെയും ഏലിക്കുട്ടി എന്ന് വിളിക്കുന്ന അമ്മയുടെയും ഇവർ രണ്ടുപേരുടെയും കുടുംബം ദൈവം അറിഞ്ഞു നൽകിയ 3 മക്കൾ. ഈ മക്കളുടെ കുടുംബത്തിലെ വിശേഷങ്ങളാണ് നമുക്കിന്ന് കാണാനുള്ളത്. അഭിവന്യ പിതാവ് അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ നന്മയും അനുഗ്രഹവും വിശേഷങ്ങളും നമുക്ക് കണ്ടുമുട്ടാം. ഇത് മടത്തിക്കണ്ടത്തിൽ കുഞ്ഞപ്പൻ ഏലിക്കുട്ടി ദമ്പതികളുടെ ഭവനം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ പുറപ്പുഴയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പുറപ്പുഴ ആണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് കുഞ്ഞപ്പൻ ഏലിക്കുട്ടി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോതമംഗലം രൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. ഈ പിതാവ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മാതാപിതാക്കളുടെ മൂത്ത മകൻ. മാതാപിതാക്കന്മാരുടെ നന്മയാണ്, മാതാപിതാക്കൾ വളർത്തിയെടുത്തതിൻ്റെ നന്മയാണ്, രൂപീകരിച്ചതാണ് ഈ പിതാവിൻ്റെ ആകത്തുക. ലാളിത്യത്തിൻ്റെ, വിശുദ്ധിയുടെ, എളിമയുടെ ഒക്കെ പ്രതീകം. അത് പിതാവിനെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകും. പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മാതാപിതാക്കളുടെ മൂത്ത മകൻ എന്ന നിലയിൽ മാത്രമല്ല, ഈ പിതാവിൻ്റെ അമ്മയുടെ ഒക്കെ സ്നേഹത്തിൻ്റെ, വിശ്വാസ പരിശീലനത്തിൻ്റെ ഒക്കെ ആകത്തുകയാണല്ലോ പിതാവ്. അപ്പോൾ ആ കുടുംബത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ, മാതാപിതാക്കളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, പുറപ്പുഴ ഇടവകയിലെ മടത്തിക്കണ്ടത്തിൽ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ദൈവം വലിയ അനുഗ്രഹം നൽകിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കോതമംഗലം രൂപതയുടെ മേലധ്യക്ഷൻ നിലയിൽ ദൈവം ഒത്തിരിയേറെ നന്മ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഈ അവസരത്തിൽ
എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അവരിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഞാൻ 1956 മെയ് മാസത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാര് ചാച്ചനും അമ്മച്ചിയും അവരെ കർഷക കുടുംബത്തിൽ അധ്വാനത്തിൻ്റെ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അവരുടെ മൂത്ത മകനെന്ന നിലയിൽ ഞാനും ഒത്തിരിയേറെ അധ്വാനവും അതോടൊപ്പം തന്നെ കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് ജീവിച്ച വ്യക്തിയാണ്. എനിക്ക് പറയുവാൻ സാധിക്കും, മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും അധ്വാനവും അവരുടെ പ്രോത്സാഹനവുമാണ് ഞങ്ങൾ മക്കള് ഇങ്ങനെ വളർന്നു വരുവാൻ ഉയർന്നു വരുവാൻ ഇടയായി തീർന്നത്. എനിക്ക് ഒരു അനുജൻ ഔസബജൻ, ഒരു സഹോദരി വത്സമ്മ, 2 പേരാണുള്ളത്. കൂടാതെ എൻ്റെ ചാച്ചൻ്റെ അനുജൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, ബഹുമാനപ്പെട്ട ജോസഫ് മടത്തിക്കണ്ടത്തിൽ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു ചെറിയ കുടുംബമാണ്, പക്ഷേ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അനുജനും അനുജത്തിയുമാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് 3 മക്കളുണ്ട്. മൂത്ത മകന് കല്യാണം കഴിച്ച് അവന് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇപ്പം 4 തലമുറ ഇവിടെ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു പെങ്ങള്, അവള് മാറിക ഇവിടെ അടുത്തുള്ള ഇടവകയാണ്, അവിടെ ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾക്ക് 2 മക്കളുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ്, സന്തുഷ്ട കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ദൈവം എളിയവനെ ഉയർത്തിയതിൻ്റെ നേർസാക്ഷ്യമാണ് ഒരു സാധാരണ കർഷക കുടുംബത്തിലെ വിശ്വാസ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ മൂത്ത പുത്രനെ തന്നെ മെത്രാനായി ദൈവം ഉയർത്തിയത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഞാനിങ്ങനെ ചാച്ചനോടും അമ്മച്ചിയോടും ഒക്കെ കൂടെ ഇവിടെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ടായിരുന്നു. കാരണം മൂത്ത മകനായതുകൊണ്ട് സാമ്പത്തികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ ചാച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു, അച്ഛനാകാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു കാരണം ചിറ്റപ്പൻ MCBS സഭാ സമൂഹത്തിൽപ്പെട്ട വൈദികനാണ്. അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിന് നല്ല ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ അച്ഛനായാലോ എന്ന്. പിന്നീട് എനിക്ക് ഈ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം അനുസരിച്ച് പൊക്കോ, ഇവിടുത്തെ കാര്യം നോക്കിക്കോളാം. അപ്പം അങ്ങനെ സെമിനാരിയിൽ ചേരുവാനായിട്ട് ആഗ്രഹിച്ചു. പല സ്ഥലത്തു നിന്നും അതിന് അപേക്ഷകൾ അയക്കുവാനായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചു. പക്ഷെ അവസാനം കോതമംഗലത്താണ് ചേർന്നത്. അപ്പം അവിടെ ചേരുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ചാച്ചൻ അതെല്ലാം ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും പരിഗണിക്കാതെ അവിടെ പോകുവാനും സെമിനാരി ചേർന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചു. പിന്നീട് ഞാൻ വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷം 1980 ഡിസംബർ 23 എൻ്റെ ഓർഡിനേഷൻ. അത് പുറപ്പെടു വച്ചായിരുന്നു. വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു ആഘോഷം നടത്താനുള്ള സാമ്പത്തികമായ സാധ്യതകളില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ തോതിലാണ് ഓർഡിനേഷൻ നടത്തിയത്. അതിനുശേഷം ഞാൻ 2-3 ഇടവകളിൽ അസെൻഡിയായിട്ട് ജോലി ചെയ്തു. പിന്നീട് റോമിൽ പഠിക്കാൻ പോയി. അതിനുശേഷം പഠനം കഴിഞ്ഞ് 1989 തിരിച്ചു വന്നു. പിന്നെ ഒരു പള്ളിയിൽ വികാരിയായിട്ട്, അതിനുശേഷം കോട്ടയത്ത് സെമിനാരിയിൽ 17 വർഷം അവിടെ പഠിപ്പിക്കുവാനായിട്ട് പോയി. പിന്നീട് ഒരു 3 വർഷക്കാലം
ആരക്കുഴ പള്ളിയിലെ വികാരിയായിട്ട്. അതിനുശേഷം 2013 ഈ നിയോഗം എനിക്ക് ലഭിച്ചത്. രൂപതയുടെ അധ്യക്ഷൻ നിലയിൽ നിയോഗം കിട്ടിയത്. ഇപ്പോൾ 11 വർഷമായി. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ മാതാപിതാക്കന്മാരുടെ ആ വലിയ നന്മയും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രോത്സാഹനവും ആണ് ഇതുപോലെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാനും അധ്വാനശീലത്തോടെ വളർന്നു വരുവാനും അതോടൊപ്പം തന്നെ വളരെ എളിയ തോതിൽ ജീവിക്കുവാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ പേര് ഫാദർ ജോസഫ് മടത്തിക്കണ്ടത്തിൽ MCBS എന്നാണ്. ഞാൻ ഈ മടത്തിക്കണ്ടൽ കുടുംബത്തിലെ ആദ്യത്തെ വൈദികനാണ്. എൻ്റെ സഹോദരനാണ് ഈ കുടുംബനായകൻ മാത്യു, അല്ലെങ്കിൽ കുഞ്ഞപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ആള്. ഞാൻ പഠനത്തിന് ശേഷം 1958 സെമിനാരിയിൽ ചേരുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് സഹായിച്ചിരുന്നത് ജ്യേഷ്ഠനാണ്. കാരണം ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ സഹോദരൻ കുഞ്ഞപ്പൻ, അല്ലെങ്കിൽ മാത്യു. കൂലി വേല ചെയ്തു പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുകയും എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര നിഷ്കർഷയോടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും എല്ലാം ചെയ്തിരുന്നത് കൊണ്ടാണ് എനിക്കൊരു വൈദികനാകുവാൻ സാധിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാൻ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവാനുഗ്രഹത്താലാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുമാണ് അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. ഇന്ന് ഈ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഭക്തി പ്രചുരമയുള്ള ഒരു കുടുംബമാണിത്. വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടമാണ്, പ്രകാശത്തിൻ്റെ സ്ഥലമാണിത്. ഈ ദമ്പതികൾ മക്കൾക്ക് എല്ലാമാണ്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ മാതാപിതാക്കന്മാരെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ 90 വയസ്സ് ആകുന്നു. എങ്കിലും ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നു. വെള്ളിയാഴ്ചകളിൽ ഡിവൈൻ മേഴ്സ് തൊടുപുഴ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഇപ്പോഴും ചാച്ചൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മച്ചിക്കും ഇപ്പോൾ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ ആ പ്രാർത്ഥനയും അധ്വാനവുമാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, ദൈവമേ, അങ്ങയെ മറക്കാൻ മാത്രം സമ്പത്തോ വെറുക്കാൻ മാത്രം ദാരിദ്ര്യമോ തരരുത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അനുദിന ആഹാരം തരിക, അനുദിന ആരോഗ്യം തരിക, അനുദിനം ജീവിക്കുവാനുള്ള സാഹചര്യം തരിക. അത് മതി, അതിൽ കൂടുതൽ വേണ്ട എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. എൻ്റെ പേര് വത്സമ്മ തോമസ്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് മാറിയപ്പള്ളി ഇടവക നന്തലത്ത് തോമസ് എന്നയാളാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവർ ഒരാൾ അയർലൻഡിലും ഒരാൾ ജർമ്മനിയിലും നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഇല്ല. അപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിന് വരാൻ സാധിച്ചില്ല ഇന്ന്. പിന്നെ എനിക്ക് ഏത് കാര്യത്തിന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അവസരം ഇവിടെ തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ ആയിരുന്നു കഴിഞ്ഞാലും എന്നെ എല്ലാ കാര്യത്തിനും എന്നോട് സഹകരിക്കുന്നുണ്ട്. എന്നെ എല്ലാ ദിവസവും എന്നെ വിളിക്കും. അപ്പം ഞാൻ
ഞാൻ ഈ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായിട്ടാണ് അവർ ഇപ്പോഴും എന്നെ കരുതുന്നത്. എന്നെ വിവാഹം ചെയ്ത് വിട്ടു കഴിഞ്ഞാലും ഞാൻ ഇവിടുത്തെ തന്നെ ഒരു അംഗമാണ്. ചെറുപ്പം മുതലേ എന്നെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവരെന്നെ വളർത്തുന്നു. എൻ്റെ സഹോദരന്മാരെന്നെ അതുപോലെ തന്നെ കണക്കാക്കുന്നു. എൻ്റെ പേര് ഔസേപ്പച്ചൻ മടത്തിക്കണ്ടത്തിൽ. ചാച്ചൻ്റെ രണ്ടാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ എമിലി, പൈങ്ങോട്ടൂർ നെടുങ്കല്ലയിൽ കുടുംബാംഗം. എൻ്റെ മൂത്ത മോന് മാത്യൂസ്. ഇളയ 2 മക്കളാണ്, ആൻറ്റോയും ജിൻഡോയും. ആൻ്റണിയെന്നും ജോർജെന്നും പേര്. അവർ 1990 ജനിച്ചത്. അവർക്ക് ഇച്ചിരി പരിമിതികളുള്ളവരാണ്. സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മാത്യൂസിൻ്റെ ഭാര്യ അഞ്ജു, മങ്കുഴി ഇടവകാംഗമാണ്, തരണിയിൽ. അവർക്ക് 2 മക്കൾ, ഔസേപ്പും എമിലിനും. ഞാൻ 1959 ജനിച്ചു. അതിനുശേഷം 1978 പുറപ്പുഴ സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. 39 വർഷം ജോലി ചെയ്തു. 2017 ജോലിയിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ കൃഷി കാര്യമായിട്ട് നടക്കുന്നു. ചാച്ചൻ നല്ലൊരു കൃഷിക്കാരനാണ്. എല്ലാ കാര്യങ്ങളും, കൃഷിയെ പറ്റിയുള്ള സകല കാര്യങ്ങളും അറിയാം. ആ ഒരു പാരമ്പര്യത്തിലാണ് ഞാനും കൃഷിയിലേക്ക് വന്നിരിക്കുന്നത്. അമ്മച്ചിയും എല്ലാ കാര്യങ്ങളും നോക്കി നടക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടും കൂടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഞങ്ങളും അതുപോലെ ചാച്ചനെ അമ്മച്ചിയും വളരെ കാര്യമായി തന്നെ നോക്കുന്നുണ്ട്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. ചാച്ചൻ്റെ ഓർമ്മകൾ ഞാൻ ചെറുപ്പത്തിൽ മുതലുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. ചാച്ചൻ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പം പറമ്പിൽ പണിയാൻ പോകുമ്പോഴും പശുവിനെ, അന്ന് പശുവൊക്കെ ഉണ്ടായിരുന്നു, 2 പശുക്കൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഞാൻ സ്കൂളിലോട്ട് വരുന്നോടം വരെയൊക്കെ പറമ്പിൽ പണിയും ഒക്കെ ചെയ്യുന്ന ചാച്ചനെയാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ എന്നെ സ്കൂളിൽ കുറച്ച് കാലം LP സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് ചാച്ചനാണ് എന്നെ ഒന്നുകിൽ എന്നെ കൊണ്ടുവിടും, അല്ലെങ്കിൽ കൊണ്ടുവരാൻ വരുന്നതൊക്കെ ചാച്ചനായിരുന്നു. പിന്നെ പ്രാർത്ഥന, അപ്പം പള്ളിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇപ്പോൾ അത് ഞാൻ ചെറുപ്പത്തിലോട് പറയായിരുന്നു. ഇപ്പോഴാണെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പോടാ എന്നൊരു മെസ്സേജ്, ഒരു വിളിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാറുണ്ട് ചാച്ചൻ ഇപ്പോഴും. അപ്പം അത് വിശ്വാസത്തിലൊക്കെ വളരുന്നതിൽ ചാച്ചൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതുപോലെ വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയം ഒക്കെ, അത് ഇപ്പോഴാണെങ്കിലും ചാച്ചൻ ചിലപ്പോൾ ഞങ്ങളെ ഉപദേശിക്കാറും ഇതൊക്കെയുണ്ട്. ഈ മടത്തിക്കണ്ടത്തിൽ കുടുംബം ഉൾപ്പെടുന്ന ഇടവക പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയാണല്ലോ. ആ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, പുറപ്പുഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ അഭിമാനവും അതിലേറെ ദൈവാനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് മടത്തിക്കണ്ടത്തിൽ കുടുംബം. പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ദൈവാശ്രയ ബോധത്തിലും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിലും ഒരു രൂപപ്പെടുത്തിയ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയുമാണ് പ്രിയപ്പെട്ട കുഞ്ഞപ്പൻ ചേട്ടനും ഏലിക്കുട്ടി അമ്മച്ചിയും. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയ 3 മക്കൾ. അവർ ഇന്ന് സഭയിൽ എല്ലാവർക്കും അനുഗ്രഹമായി വർത്തിക്കുന്നു. കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ജീവിതം ആരംഭിക്കുന്നത് കരിമണ്ണൂർ ഫൊറോന ഇടവക ദേവാലയത്തിലെ മടത്തിക്കണ്ടത്തിൽ കുടുംബത്തിലായിരുന്നു. അവിടെ നിന്ന് ആ പ്രിയപ്പെട്ടവർ മലബാറിന് കുടിയേറി അവിടെയുള്ള പ്രതിസന്ധികളിലൂടെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ശേഷം പുറപ്പുഴ ഗ്രാമത്തിലെത്തുകയും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ
മണ്ണിനോട് മല്ലിട്ട് അധ്വാനിച്ച് ഒരു കുടുംബം രൂപപ്പെടുത്തുകയായിരുന്നു കുഞ്ഞപ്പൻ ചേട്ടൻ. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം ഈ പ്രിയപ്പെട്ട അപ്പച്ചനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഇന്ന് ഇടവകയിൽ ഏവർക്കും അനുകരിക്കത്തക്ക ഒരു വിശ്വാസ ജീവിതം ഈ പ്രിയപ്പെട്ടവർ നയിക്കുന്നു. തീർച്ചയായും ഇവരുടെ ദാമ്പത്യ ജീവിതം ഇനിയും ഏറെ അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. കുടുംബം ഒരു മനോഹര ഗാനം. രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് മടത്തിക്കണ്ടത്തിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. തങ്ങളുടെ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ എങ്ങനെ അവരെ ആദരപൂർവം ദൈവതുല്യം കരുതണം, എങ്ങനെ അവരെ പരിചരിക്കണം, സ്നേഹിക്കണം എന്ന് ഒരു നല്ല സന്ദേശം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കള് എത്ര വിലപ്പെട്ടവരാണ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ വാർദ്ധക്യത്തിൽ, അപ്പൻ്റെ വാർദ്ധക്യത്തിൽ ചേർത്തു പിടിച്ച് അവരെ പൊന്നുപോലെ നോക്കുന്ന മക്കള് എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം കാര്യം നടത്തി കഴിഞ്ഞപ്പോൾ അപ്പനെയും അമ്മേനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മക്കളെ തിരിഞ്ഞു നോക്കാതെ മക്കളെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് അനാഥശാലയിൽ കഴിയുന്നവർ. എനിക്കിതിനോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾക്കാണ് ദൈവം സമാധാനത്തിൻ്റെ സൗഭാഗ്യം കൊടുക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് കരം കൊടുക്കുക, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ബലപ്പെടുത്തുക. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന, മാതാപിതാക്കളെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്ന മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ മാതാപിതാക്കളെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്നു, ദൈവാനുഗ്രഹത്തെ മാറ്റി നിർത്തുന്നു, ദൈവം നൽകുന്ന സമാധാനത്തെ മാറ്റി നിർത്തുന്നു. മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ മടത്തിക്കണ്ടത്തിൽ കുടുംബത്തിന്റെ നന്മ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. വലിയ സമ്പന്നർ, ഭൗതികമായിട്ട് വലിയ സമ്പത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ലായിരിക്കും.
പക്ഷേ ചില കാര്യങ്ങളിൽ മറ്റേതൊരു കുടുംബത്തേക്കാൾ സമ്പന്നമാണ്. സ്നേഹത്തിൽ സമ്പന്നമായ കുടുംബം, കൂട്ടായ്മയിലും ഐക്യത്തിലും സമ്പന്നമായ കുടുംബം, സ്വർഗതുല്യമായ അനുഭവം, ദൈവിക പദ്ധതിയിലുള്ള കുടുംബം. മക്കൾ അനുഗ്രഹമാണ്, ഉദരഫലം അനുഗ്രഹമാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ അനുഗ്രഹമുള്ള ഒരു കുടുംബം. ഈ മാതാപിതാക്കൾ അവർ മക്കൾക്ക് കൊടുത്തത് വിശ്വാസത്തിൻ്റെ ചൈതന്യം, പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ, ദൈവത്തെ സമ്പത്തായി കരുതി മക്കൾക്ക് ജീവിതം തന്നെ ഒരു മാതൃകയായി കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹീത ഫലമാണ് അഭിമന്യ പിതാവ് മൂത്ത മകനെ ദൈവിക ശുശ്രൂഷയ്ക്കായി കൊടുത്തു. ദൈവം ആ മകനെ ഉയർത്തി. അത് ഈ മാതാപിതാക്കളുടെ നന്മയാണ്. മാതാപിതാക്കളുടെ ജീവിതം നല്ലതാണെങ്കിൽ നമ്മുടെ ഒക്കെ കുടുംബങ്ങളും ഭംഗിയാകും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ മടത്തിക്കണ്ടത്തി കുടുംബം. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായ മക്കളും മക്കൾ ദൈവതുല്യം കരുതുന്ന മാതാപിതാക്കളും അടങ്ങുന്ന ഈ കൊച്ചു കുടുംബത്തിന്, സന്തുഷ്ട കുടുംബത്തിന്, സമാധാനമുള്ള സന്തോഷമുള്ള കുടുംബത്തിന് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം. വളരെ സന്തോഷത്തോടെ ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടാം. അതുവരെ നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.